ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗം, അതായത് എഞ്ചിൻ്റെ ഹെഡിൻ്റെ പോർഷൻ ഡീകാർബണൈസിങ് കരി കുത്താനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ്റെ യൂണിറ്റ് നമുക്ക് വണ്ടിമേന്ന് അഴിച്ചേക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് കൂട്ടത്തിക്കിടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ പോർഷനാണ്. അപ്പോൾ ശരിക്കും ഹെഡ് സിലിണ്ടറിൻ്റെ ഭാഗത്താണ് നമുക്ക് അത് ഹെഡ് ക്ലീൻ ചെയ്യേണ്ട ഒരു വർക്ക് വരുന്നത്. അതായത് ഹെഡിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം നമ്മളത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ പിസ്റ്റൺ സ്റ്റാൻഡേർഡ് പിസ്റ്റണാണ് കിടക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പിസ്റ്റണിൻ്റെ റിങ്സ് നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ട്, കാരണം ഞാൻ ഈ സൈഡ് ഗ്യാസ്, അതായത് റിങ്സ് ലീക്ക് വന്നിട്ട് ജസ്റ്റ് സൈഡിലേക്ക് ഗ്യാസൊക്കെ എഞ്ചിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവണുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടറിൻ്റെ പോർഷൻ നോക്കുമ്പോൾ നമുക്ക് സിലിണ്ടറിനകത്ത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ചെറിയ രീതിയിലുണ്ട്, എന്ന രീതിയിട്ട് വലിയ കംപ്ലൈൻ്റ് ആയ രീതിയിലൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് സിലിണ്ടറും പിസ്റ്റണും ഇതന്നെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ആ റിങ്സും മാത്രം, അത് സ്റ്റാൻഡേർഡ് റിങ്സ് മേടിക്കാൻ കിട്ടും, അത് മേടിച്ചിട്ട് നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ മെയിനായിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഹെഡിൻ്റെ ഈ ഭാഗമാണ്. അത്യാവശ്യം ഈ പോർഷനിലേക്ക് ശ്രദ്ധിച്ചറിയാം, അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഈ വാൽവ് വന്ന് അടയുന്ന ഭാഗത്ത് കരി കൂടുതൽ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ഡീകംപ്രഷൻ, അത് കംപ്രഷൻ ലീക്കായി പോകും. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടായി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്, അതൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ നമ്മളത് രണ്ടും നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെഡ് സീറ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വാൽവ് സീറ്റ് ചെയ്തെടുക്കണം, ലേത്തി കൊടുത്ത് സീറ്റ് ചെയ്തെടുക്കണം. ക്യാം ഷാഫ്റ്റ് റോക്കറാം കാര്യങ്ങളൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ യൂണിറ്റാണ്, അതൊന്നും വേറെ പറയത്തക്ക പ്രശ്നമില്ല. കാർബറേറ്റർ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. എയർ ഫിൽറ്ററിനായാലും അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ആക്കുള്ളൂ. പിന്നെ നമ്മൾ ആ കൂട്ടത്തിലുള്ള ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്, അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഇതാണ്, ബെൽറ്റൊക്കെ ഫുള്ള് പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടത്തിക്കടെ നമ്മളത് മാറ്റി റീസെറ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇച്ചിരി ലോങ് ഓട്ടോ ഒക്കെ വന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വഴി പെട്ടുന്ന അവസ്ഥ. ഇപ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കട്ടയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും ബാക്കിയത്തെ കംപ്ലയിൻസ് ഒക്കെ പിടിപിടിയെന്നായിരിക്കും വരാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ ചെറിയ ലീക്കേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഓയിൽ സീലിൻ്റെ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. രണ്ട് ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ഉണ്ട്, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഉണ്ട്. ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ചെറിയൊരു നനവ് കാണുന്നുണ്ട്, പക്ഷേ ബെയറിങ്ങിന് അങ്ങനെ പ്ലേ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കിയത്തെ വർക്ക് തൽക്കാലം ചെയ്യാം. ഗിയർ ബോക്സിൻ്റെ പഴിക്കണ്ട, ബാക്കിയത്തെ കേസുകൾ ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അഡീഷണൽ 1 വർക്ക് കഴിഞ്ഞാൽ ലേത്തി കൊടുത്തിട്ട് വാൽവ് സീറ്റ് എടുക്കാനുണ്ട്. ബാക്കിയത്തൊക്കെ നമുക്ക് പാർട്സുകളൊക്കെ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വണ്ടി ഇപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് നാളെ എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച 27-ാം തീയതി. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. അതിൻ്റെ എസ്റ്റിമേറ്റും വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ.